ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. യൗവനം കുറെ കൂടി പ്രസാദപൂർണമാക്കാൻ യൂത്ത് ഗൈഡ് സഹായകമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിന് തെളിവുകളാണ് യൂത്ത് ഗൈഡിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കത്തുകൾ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നത് പ്രശസ്ത ഫാമിലി കൗൺസിലറായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീസസ് യൂത്ത് പ്രൊഫഷണൽസ് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററും IT മാനേജറുമായ മിസ്റ്റർ നവീൻ ജോസഫാണ് യുവജനങ്ങളുടെ പ്രതിനിധിയായി നമ്മോടൊപ്പം ഉള്ളത്. മിസ്റ്റർ നവീനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവീൻ, സ്വാഗതം. ഇന്ന് ഒരു +2 വിദ്യാർത്ഥിയുടെ പിതാവിൻ്റെ കത്താണ്. ഞങ്ങളുടെ മകൻ ശരത് +2 വിദ്യാർത്ഥിയാണ്. 8ാം ക്ലാസ് വരെ ഭയങ്കര മിടുക്കനായിരുന്നു. ഞാൻ വിദേശത്തായിരുന്നു, അമ്മയും മക്കളും നാട്ടിലും. അവനെക്കുറിച്ചുള്ള പരാതികൾ കേട്ട് ഞാൻ ജോലി രാജിവെച്ച് നാട്ടിലെത്തിയതാണ്. അവൻ മോഷ്ടിക്കുന്നു. പണം മാത്രമല്ല, വീട്ടുപകരണങ്ങൾ വരെ മോഷ്ടിച്ച് വിൽക്കുന്നു. ക്ലാസ്സിൽ അറ്റൻഡൻസ് ഇല്ല. മടുത്തു ഞങ്ങൾ. മദ്യപാനം, മയക്കുമരുന്ന് എല്ലാം ഉണ്ട്. ജീവിക്കണമെന്ന ആഗ്രഹമേ ഞങ്ങൾക്കില്ല. നാട്ടിൽ ഇവൻ കാരണം ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയാണ്. എന്താണ് ഒരു പരിഹാരം? പതിവിന് വിപരീതമായി നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഒരു അപ്പൻ്റെ ആണെന്ന് അറിയുന്നതിലൊരു സന്തോഷമുണ്ട്. കാരണം ആ ക്വസ്റ്റ്യനകത്ത് ആ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് തന്നെ ഞങ്ങളുടെ മകൻ, അപ്പൻ്റെ ആ ഒരു വളരെ വിലാപവും വിഷമവും അതിനകത്തുണ്ട്. ഇതിനകത്ത് ഈ ഏജിലുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് ഈ മോഷണം എന്ന് പറയുന്നത്. ഇവരുടെ മകൻ്റെത് ഇച്ചിരി കൂടിപ്പോയതിൻ്റെ ഒരു കാരണമുണ്ട്. അപ്പൻ വിദേശത്തായിരുന്നു, അമ്മ തന്നെ വളർത്തി. അപ്പോൾ അമ്മ 2 കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആ കുട്ടികൾക്ക് ആൺകുട്ടികളാണ്. ആൺകുട്ടി ആകുമ്പോഴത്തേക്ക് അവൻ്റെ ഒരു പ്രായത്തിൽ വരുമ്പോൾ അവന് കൂട്ടുകെട്ടുകൾ കൂടും. അമ്മയെ വലിയ പേടി കാണത്തില്ല. അപ്പനില്ലാത്തത് കൊണ്ട് കറങ്ങി നടക്കാനും കൂട്ടുകൂടാനും പുറത്തു പോകാനും ഒക്കെ അവന് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ സാധിക്കുമ്പോൾ പൈസ വേണം. അമ്മ കൊടുക്കത്തില്ല പൈസ. പിന്നെ അപ്പൻ അമ്മയുടെ പേരിലല്ലേ പൈസ അയക്കുന്നത്, അവന് കിട്ടുന്നില്ല പൈസ. അപ്പോൾ പിന്നെ അവനുള്ള ന്യായമായ വഴിയിലൂടെ പണം സമ്പാദിക്കാനുള്ള മാർഗ്ഗം അവൻ്റെ വീട്ടിലെ തന്നെ സാധനം കൊണ്ടുപോകുന്നു. നാട്ടിലെ അല്ല അവൻ മോഷ്ടിക്കുന്നത്. അവൻ്റെ വീട്ടിലെ സാധനങ്ങൾ വീട്ടിലോട്ടിലോട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല പണം മോഷ്ടിക്കുന്നുണ്ട്. അതവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ആവശ്യം എന്ന് പറയുന്നതിൽ അവൻ മദ്യപാനിയാണെന്നും മയക്കുമരുന്നിന് അടിമയാണെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. അവരുദ്ദേശിക്കുന്ന മയക്കുമരുന്ന് ഈ ഹാൻഡ്സ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇവരോട് പറയാനുള്ളത്, ഈ കുട്ടിയെ അവരുടെ തന്നെ കുഴപ്പം കൊണ്ട് വന്ന ദുശീലങ്ങൾ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അവരുടെ തന്നെ കുഴപ്പം കൊണ്ട് വന്നത്. അപ്പനും അമ്മയും കൂട്ടി വളർത്താത്തതിൻ്റെ ഒരു പ്രശ്നം ആ കുട്ടിയിലുണ്ട്. അപ്പൻ ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നിരിക്കുകയാണ്. മകനെ സ്നേഹത്തിലൂടെ അവനൊരു നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവന് നല്ല രീതിയിൽ ഈ അപ്പന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കുടുംബം മൊത്തം ജീവിതം ഒടുക്കേണ്ട കാര്യമോ അല്ലെ ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പന് വിഷമം ഉണ്ടാകും. ഇതിനകത്ത് ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ എന്താണ് സംഭവിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അതായത് അവൻ ആണായിട്ട് മാറുന്ന സമയത്ത് ആണുങ്ങൾ ചെയ്യുന്നതെല്ലാം അവന് ചെയ്യണം. ആണുങ്ങൾ ചെയ്യുന്നതിൽ അവൻ കാണുന്ന പല ആണുങ്ങളും ചെയ്യുന്നത് കള്ളു കുടിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത്. ഇപ്പോൾ ഈ കള്ളുകുടി എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു അംഗീകാരത്തിൻ്റെ പ്രശ്നമാണ്. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് പോകുന്നു, കറങ്ങാൻ പോകുന്നു. ആ കറങ്ങാൻ പോകുന്നതിനിടയിൽ ഷാപ്പിലായിരിക്കും കയറുന്നത്, ബാറിലായിരിക്കും കയറുന്നത്. പിന്നെ കൂട്ടുകാരെല്ലാം ഉപയോഗിക്കുന്ന സാധനം അവനും ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനകത്തെ ദൂഷ്യവശങ്ങൾ അവനറിയില്ല. ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, വളരെ ചെറുപ്പത്തിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയം, ശരീരം ബുദ്ധി എല്ലാം പ്രവർത്തിക്കേണ്ട സമയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബ്രെയിനിൻ്റെ അവരുടെ സിസ്റ്റത്തെ ബാധിക്കും, ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. കാരണം ഈ മദ്യവും മയക്കുമരുന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പല കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണെങ്കിൽ അതൊന്ന് ദഹിച്ചിട്ട് അത് കൺവേർട്ട് ചെയ്ത് വൈറ്റമിൻ ആയിട്ടാണ് നമ്മുടെ ബ്ലഡിലേക്ക് കലരുക. ഇത് പക്ഷെ നേരെ ഡയറക്റ്റ് ആൽക്കഹോളായാലും അല്ലെങ്കിൽ മയക്കുമരുന്നായാലും അത് ഈ വായിക്കകത്ത് വെക്കുന്ന ഹാൻഡ്സ് ഒക്കെ അവിടെ ചെറിയൊരു പൊട്ടലുണ്ടാക്കുന്നു. ആ ഉണ്ടാക്കിയിട്ട് അത് ഡയറക്റ്റ് ബ്ലഡിലേക്ക് കലരുന്നു, നേരെ തലച്ചോറിലേക്ക് പോവുക. നമ്മുടെ ശരീരത്തിലുള്ള ചില കെമിക്കലുകളുമായിട്ട് ഇത് പ്രതിപ്രവർത്തിക്കും, ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ ബൈ പ്രോഡക്ട്സ് തലച്ചോറിൽ അവിടെ ഇവിടെയായിട്ട് പറ്റിപ്പിടിക്കും.
തലച്ചോറിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് പോലെ ആദ്യം പറ്റി പിടിക്കും, കുറേ കഴിയുമ്പോൾ അത് പായൽ പോലെയാകും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നടക്കത്തില്ല. അപ്പോൾ വീണ്ടും ഒരു പെഗ് എടുത്താൽ ഇത് ഡൈല്യൂട്ട് ചെയ്യും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഈസി ആകും. അപ്പോൾ അവൻ ഒന്ന് സന്തോഷിക്കും, അവനൊരു സന്തോഷമാകും. അപ്പോൾ കുറേ കഴിയുമ്പോൾ അവൻ ഇത് അഡിക്റ്റ് ആകുകയാണ്. ഇതില്ലാതെ അവന് പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് വരിക. അതുകൊണ്ട് അതൊരു സ്ലോ ഡെത്താണ്. അത് പിള്ളേർ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ആത്മഹത്യക്ക് തുല്യമാണ്. പെട്ടെന്നുള്ള ആത്മഹത്യ അല്ലെന്നേ ഉള്ളൂ, സ്ലോ ആയിട്ട് അവൻ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അവനെ അതിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. രക്ഷിക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഒത്തിരി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, നല്ല സെൻറ്ററുകളുണ്ട്, ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ചെറിയ തോതിലാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ സഹായിക്കാനാവും. കൂടിയ തോതിലാണെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായത്തോടെ ഇത്തിരി മെഡിക്കേഷൻ എടുത്താൽ അവൻ രക്ഷപ്രാപിക്കും. പക്ഷെ അവനെ പകരം വേറെ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടണം. ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ്, ഇപ്പോൾ അവനൊരു ജിമ്മിൽ പോകാം, ഇല്ലെങ്കിൽ അവനൊരു എന്തെങ്കിലും സ്പോർട്സിലേക്കോ വേറെ എന്തെങ്കിലും പഠിക്കാൻ അവനെ തിരിച്ചുവിടാം. പിന്നെ കൂട്ടുകെട്ടുകൾ ഏർപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അവൻ്റെ കൂട്ടുകെട്ടുകളാണ് അവനെ ഹീറോ ആക്കുന്നത്. അവനായിരിക്കും ചിലപ്പോൾ ഹീറോ. കാരണം ഈ പൈസ അവൻ്റെ കയ്യിലേ കാണത്തുള്ളൂ. അവൻ ഈ മോഷ്ടിച്ചു കൊണ്ടുവരുന്നത്, ഇവിടെ അപ്പനില്ലാത്തത് കൊണ്ട് മോഷ്ടിച്ചു കൊണ്ടുചെല്ലുന്നത് കൊണ്ട് അവൻ അവരുടെ ഇടയിൽ ഒരു ഹീറോ ആയിരിക്കും. അപ്പോൾ ആ ഹീറോ ആകാൻ വേണ്ടി പിന്നെ അവന് പൈസ കൊണ്ടുചെല്ലുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ ആ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് കട്ട് ചെയ്യണം. നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാൻ അപ്പനും അമ്മയ്ക്ക് സഹായിക്കാം. അവന് ഫ്രണ്ട്സ് വേണം, ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടോ, ഇല്ലെങ്കിൽ ആരാണ് നല്ല ഫ്രണ്ട്സ്? അപ്പോൾ അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ അവൻ്റെ ക്ലാസ്സിലെ പെർഫോമൻസ്, ആ ക്ലാസ്സിൽ അവൻ എങ്ങനെയുണ്ട്, അത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അപ്പനും അമ്മയ്ക്കും പോയി അന്വേഷിക്കാം. പിന്നെ ആ കുട്ടിക്ക് കുറച്ചും കൂടി സ്നേഹവും കരുണയും, അത് അവൻ വലിയൊരു തെറ്റ് ചെയ്തു, നിന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ട, അല്ലെ നീ കാരണം ഞങ്ങളുടെ പേര് പോയി, സൽപ്പേര് പോയി, നാട്ടിലിറങ്ങാൻ മേല എന്ന് സ്ഥിരം അവനോട് പറയുക, അവനെ ശപിക്കുകയും ചെയ്യരുത്. നീ മുടിയനായ പുത്രൻ്റെ കാര്യം പറയുന്നത് പോലെ അവന് തിരിച്ചു വരാനൊരു അവസരം കൊടുക്കുക. ഈ കത്തിലെ പിതാവിൻ്റെ ആശങ്കകളെ മിസ്റ്റർ നവീൻ എങ്ങനെ നോക്കിക്കാണുന്നു? എൻ്റെ കുട്ടികൾ ചെറുതാണെങ്കിലും ചില സമയത്തെപ്പോഴെങ്കിലും ഈ കുട്ടികൾ വലുതാവുമ്പോഴത്തേക്കും ചീത്ത കൂട്ടുകെട്ടിൽ പോയാൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താവുന്നൊക്കെ ചില സമയത്തെങ്കിലും ആശങ്ക തോന്നാറുണ്ട്. അതൊരു വലിയ ആശങ്കയായിട്ട് നമ്മൾ കീഴടക്കുന്നില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന ഒരു പിതാവിന് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ആ അപ്പൻ കടന്നു പോകുന്നത്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഭാരം നമുക്ക് കിട്ടുകയും ചെയ്യും. കുഞ്ഞിനൊരു മാറ്റം ഉണ്ടാകണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടെയുള്ള ഒരു അന്വേഷണം നല്ലൊരു ഇതിലേക്ക് ദൈവം തിരിച്ചുവിടും തീർച്ചയായിട്ടും. ആ മകനൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രത്യാശയോടെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ആ മകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുമെന്നും എനിക്ക് തോന്നിയത്. ഞങ്ങളുടെയൊക്കെ പ്രേ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയുടെ അനുഭവം തന്നെ ഞാൻ ഓർക്കുമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോയി. അവിടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസിലൊക്കെ ഡ്രഗ് അഡിക്ഷനായി മദ്യപാനം തുടങ്ങിയ ഒരാൾ. അദ്ദേഹത്തിന് പേരൻസ് അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് അവർ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു സിറ്റുവേഷൻ വരെ പോയിരുന്നു. ട്രീറ്റ്മെൻറ്റിലൊക്കെ കടന്നുപോയി, ഡി അഡിക്ഷൻ നടന്നു. ഇപ്പോൾ അവർക്ക് വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ തിരിച്ചു വന്നു. എല്ലാത്തിൽ നിന്നും വിടുതലുണ്ടായി. ഈ മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എല്ലാം ആൾ നല്ല ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ മാതാപിതാക്കൾ, ആ വ്യക്തിയുടെ മാതാപിതാക്കളുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയും അവർ കൃത്യസമയത്ത് വേണ്ടുന്ന പോലെ ഇടപെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മകൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവ്, ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ഇടപെടൽ ഉണ്ടായപ്പോൾ ഈ കുട്ടിക്കാണെങ്കിലും ചെറുപ്പം മുതൽ ഒരു ഫോർമേഷൻ കിട്ടിയിട്ടേ ഇല്ല. കാരണം അങ്ങനെയുള്ള ആൺകുട്ടികളെയും നമുക്കറിയാം. എത്ര കൂട്ടുകാർ മദ്യപിക്കാനും കൂട്ടുകാർ പാൻപരാഗോ എന്തുപയോഗിക്കാൻ നിർബന്ധിച്ചാൽ പോലും അതിന് വഴങ്ങാത്ത നല്ല ആൺകുട്ടികളെയും നമുക്കറിയാം. ചെറുപ്പം മുതലുള്ള ഒരു ഫോർമേഷൻ ഈ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനായിട്ടും അങ്ങനെയുള്ള ഒരു തിരിച്ചറിവുകളൊന്നും കിട്ടേണ്ട പ്രായത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം തെറ്റായ കൂട്ടുകളിലേക്ക് പോയതും അവിടെ തിരുത്തപ്പെടാതെ പോയതും അതിൽ വളർന്നു പോയതും ഒക്കെ ആയിരിക്കാം. ഇനി തിരിച്ചു വരാനുള്ള ഒരു വലിയ അവസരം വൈകിട്ടില്ല, തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട്. അല്ല, അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ ചെയ്യുന്ന തെറ്റായിരിക്കില്ല. തെറ്റ് ശരി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അവനുള്ള അവൻ ആ ഒരു അവസ്ഥയില്ല. കാരണം അവൻ്റെ കൂട്ടുകാരെല്ലാം ശരിയാണ്. അവൻ്റെ കാഴ്ചപ്പാടിൽ ഇതിനെ എതിർക്കുന്നവരുടെ നിലപാടുകളാണ് തെറ്റ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അമ്മ ഒരു പാവമായിരിക്കും. അപ്പൻ അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ട് മക്കളെ സന്തോഷമായിട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുക, അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കുക, നല്ല ഫുഡ് കൊടുക്കുക. അമ്മയ്ക്ക് അത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്ന ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ വളർച്ചയുടെ പ്രശ്നങ്ങൾ അമ്മ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കാരണം ഇവന് ഈ ഒരു വ്യത്യാസം വരുമെന്നുള്ളത് അമ്മ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല.
അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ അപ്പനും അമ്മയും വിചാരിക്കേണ്ടത് ആ മനുഷ്യൻ ജോലി കളഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ അതെ. സാരമില്ല, അത് നല്ലതിന് വേണ്ടിയാണ്. അപ്പം മകന് അത് അവനെ മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ ജോലി പോലും ഉപേക്ഷിച്ച് വന്നത് നിന്നെ എനിക്ക് നേടിയെടുക്കാനാണ്, നീ എൻ്റെതാണ്, നീ എനിക്ക് വേണം, നിന്നെ എനിക്ക് വേണം. ആ ചിന്ത കൊടുക്കുക. അവനെ ശപിക്കാതിരിക്കുക, അവനെ കുറ്റപ്പെടുത്താതിരിക്കുക. നാട്ടുകാരുടെ മുൻപിലും വീട്ടുകാരുടെ മുൻപിലും അവനെ പരസ്യമായിട്ട് പരിഹസിക്കാതിരിക്കുക. അത് അമ്മമാർ ചെയ്യേണ്ട കാര്യമാണ്. അവന് തീർച്ചയായിട്ടും ഇപ്പം അപ്പനോടും അമ്മയോടും വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാകത്തില്ലേ, അമ്മയോട് അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നായിരിക്കും. ഇപ്പം അമ്മ പറഞ്ഞു കൊടുത്ത കഥയെല്ലാം കേട്ട് അപ്പൻ ജോലി രാജിവെച്ച് വന്ന് അപ്പനും കൂടെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും അവൻ. അതുകൊണ്ട് അവനെ അത് ശാന്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി നല്ല ഒരു ട്രീറ്റ്മെൻറ്റിന് അത് എത്രത്തോളം മദ്യം അവന് അകത്താക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ച് വെറുതെ നോക്കിയിട്ടേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ഷാപ്പിലെങ്ങാണ്ട് ഒരു പ്രാവശ്യം കയറിയിട്ടേ കാണത്തുള്ളൂ. അതും ചിലപ്പോൾ കള്ളുകൂടി എന്നുള്ള പേരിന് അവനെ അർഹനാക്കിയിട്ടുണ്ടാകാം. ആൺകുട്ടികളിൽ കാണുന്ന ഈ മോഷണ പ്രവണത തടയാൻ ഒരു പരിധിവരെ അവർ ചെറുപ്രായത്തിൽ മുതൽ അവർക്ക് കുറേശ്ശെ പോക്കറ്റ് മണിയൊക്കെ സൂക്ഷിക്കാൻ കൊടുക്കുക. എന്നിട്ട് അത് ഇത്ര രൂപ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുത്തെങ്കിൽ നീ അത് എങ്ങനെ ഉപയോഗിച്ചു, എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയാനുമൊക്കെയുള്ള ഒരു അവസരവും കൊടുക്കുക. വല്ലപ്പോഴും അതൊക്കെ കുറച്ചുകൂടെ പിള്ളേർക്ക് സമ്പാദ്യശീലം ഉണ്ടാക്കാനും പൈസ സൂക്ഷിക്കാനും ഒന്നുമല്ലെങ്കിലും കുടുംബത്തിൽ നിന്ന് മോഷ്ടിക്കാനുള്ള പ്രവണതയെങ്കിലും മാറി കിട്ടും എന്ന് എനിക്ക്. തീർച്ചയായിട്ടും അത് ഇതിനകത്തുള്ള ഒരു കുഴപ്പമെന്ന് പറയും, ഈ മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരൊറ്റ സോഴ്സേ ഉള്ളൂ, പണം വരുന്നു, അപ്പൻ്റെ ജോലിയാണ്. അതെ. അപ്പോൾ അത് അമ്മ ഒരു പബ്ലിക് പ്ലേസിലായിരിക്കും വെക്കുന്നത്. അമ്മയ്ക്കും അങ്ങനെ സംശയം ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ പബ്ലിക് പ്ലേസിൽ വെക്കുമ്പോൾ എവിടെയെങ്കിലും അലമാരിയിലോ എവിടെയെങ്കിലും കൊണ്ട് വെക്കുമ്പോൾ അതിനകത്തുനിന്ന് ഇവൻ എടുക്കുന്ന അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു കുഴപ്പമാണ്. അമ്മ കണക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് നേരത്തെ തന്നെ കുഴപ്പമാകത്തില്ല. കാരണം ഞാൻ ഇത്ര രൂപ ഇവിടെ വെച്ചു, അതിനകത്തൊന്നും ഇത്ര രൂപ കാണുന്നില്ല എന്ന് അമ്മ പറയുകയായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ വേറെ ആരും ഈ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, അപ്പൊ ഈ വീട്ടിൽ തന്നെ ആളുണ്ടല്ലോ കള്ളൻ. അത് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ മോനെ ഇത് ഇതിനുള്ളതാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിനക്ക് എന്താവശ്യമാണ് ഇതിന്റെ ആവശ്യം പറയാം. അപ്പൊ അത് കറക്റ്റായിട്ട് ഒരു കുടുംബ ബജറ്റ് ഉണ്ടാക്കുന്ന ഒരമ്മയ്ക്ക് മോഷണം പിടിക്കാൻ പറ്റും. മാഡം, നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം. ഞങ്ങൾ വളരെ സാധാരണ കുടുംബത്തിലെയാണ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് ഞാനും ഭർത്താവും. ഞങ്ങളുടെ മകന് എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ വളരെ താല്പര്യം കാണിച്ചതിനാൽ അവനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ട് പഠിപ്പിച്ചു. അവനൊരു നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷനും കിട്ടി. 5ാം സെമസ്റ്റർ ആയപ്പോൾ രാഷ്ട്രീയം തുടങ്ങുകയും പഠിത്തം ഉഴപ്പി പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇനി പഠിച്ചെടുക്കാൻ സാധിക്കുകയില്ലെന്നും എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്ത് രാഷ്ട്രീയവുമായി പോയാൽ മതിയെന്നുമാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യും? സാധാരണ വീട്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയുടെ മകനാണ്. അതെ. അയാൾ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് കൂട്ടിവെച്ച പൈസ കൊടുത്തായിരിക്കും അവനൊരു അഡ്മിഷൻ ഉണ്ടാക്കിയതും അവന് ഫീസ് കൊടുത്തതും എൻട്രൻസ് കോച്ചിങ് ചെയ്തതും എല്ലാം. പക്ഷെ ഈ മകനെ ഇത് ബോധ്യപ്പെടുത്താൻ ഈ അപ്പൻ പരാജയപ്പെട്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്ഥിതി ഇതാണ്, നീ പഠിച്ചു വന്നിട്ട് വേണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് നിനക്ക് പൈസ ഉണ്ടാക്കി തരുന്നത്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പെട്ട് ഇല്ലാത്ത കാശ് ലോൺ എടുത്തൊക്കെ പഠിപ്പിക്കുന്ന മാതാപിതാക്കള് കുട്ടികളെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വീട്ടിലുണ്ടായിരുന്ന ആ വിഷമസ്ഥിതിയിൽ നല്ല ഫുഡൊന്നും കിട്ടാത്ത ഒരു സ്ഥിതിയിൽ നിന്നും അവൻ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ എല്ലാം കൃത്യസമയത്ത് കിട്ടുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നല്ല ഫുഡ്, നല്ല കൂട്ടുകെട്ടുകൾ. അവിടെ വരുമ്പോൾ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു. ഈ കൂട്ടുകാരുടെയൊക്കെ മുൻപിൽ അവന് എന്നതിൻ്റെ ഒരു നേതാവായിട്ട് മാറുകയാണ്. അവനിൽ ചിലപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നായിരിക്കും. അത് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും തല പൊക്കിയിട്ടില്ലായിരിക്കും. ഇപ്പൊ അതിനൊരവസരം ഉണ്ടായതാണ്. അപ്പോൾ അവന് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ഒരു കുട്ടി നേതാവായിട്ട് അവൻ മാറിക്കഴിഞ്ഞപ്പോൾ അവന് തോന്നി ഇതാണ് നമ്മുടെ വഴി. അത് അവൻ ആ വഴിയിലേക്ക് തിരിയുകയാണ്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പേപ്പറുകൾ അരിയറൊക്കെ ആയതുകൊണ്ടായിരിക്കും അവനത് വിട്ടുപോരുന്നത്. ഇത് ഇവന്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ പഠിക്കാൻ പുറത്തു പോകുന്ന പല കുട്ടികളുടെയും പ്രശ്നങ്ങളിൽ അവനൊരു പ്രതിനിധി മാത്രം. ഞാൻ കാണുന്ന പല കുട്ടികളും വീട് വിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 10-30 പേപ്പർ അരിയർ, 10-40 പേപ്പർ അരിയർ, ഒറ്റ പേപ്പർ പോലും എഴുതിയിട്ടുമില്ല, ജയിച്ചിട്ടുമില്ല, കോഴ്സ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ്. അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഈ 10-12 ക്ലാസ് വരെ അപ്പനും അമ്മയും സ്കൂളിൽ പോകും, അന്വേഷിക്കും, ടീച്ചേഴ്സുമായിട്ട് ഒരു കോൺടാക്റ്റ് ഒക്കെ കാണും. ഇവിടെ നമ്മൾ ഒരിടത്ത് കൊണ്ടാക്കി കുറച്ച് പൈസ ബാങ്കിൽ ഇട്ട് കൊടുത്തു, അവൻ്റെ ഒരു ATM കാർഡും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. പിന്നെ വല്ലപ്പോഴും കോളേജിൽ വല്ലവരും അവർ വിളിക്കുമ്പോഴാണ് പോകുന്നത്. അത് മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്. ഇവർ പോകണം, ക്ലാസ്സിൽ കയറുന്നുണ്ടോ, അവൻ അറ്റൻഡൻസ് ഉണ്ടോ. ഇത് പരീക്ഷയ്ക്ക് അറ്റൻഡൻസ് ഇല്ലെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ചെന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാളും നല്ലത് ടീച്ചേഴ്സുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കും. ഇതിനകത്ത് വേറെ കാര്യം, വെളിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഭാഷ ഈ പാവപ്പെട്ട പേരൻസിന് അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ലല്ലോ, തമിഴ് അറിയാം, അപ്പോൾ പൊട്ടത്തരം പറയാതിരിക്കും, ഇവർ മിണ്ടായിരിക്കും.
ഈ പിള്ളേർ തന്നെ സാറാന്ന് പറഞ്ഞ് ചിലപ്പോൾ വേറെ ഇതിൽ വിളിച്ച് വീട്ടിലോട്ട് വിളിക്കും. പിള്ളേർ കാണിക്കുന്ന പരിപാടികളാണ് അതൊക്കെ എനിക്ക് വന്നിരിക്കുന്ന കേസുകളിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ഈ പേരൻസിനെ അവർ ശരിക്കും ചീറ്റ് ചെയ്യും. നവീൻ, ഈ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ മിക്കവാറും ഇതുപോലെ പുറത്തുപോയി പഠിച്ച പല കുട്ടികളുടെയും അനുഭവങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ മിനിസ്ട്രി കുറച്ചുകൂടെയും വർക്ക് ചെയ്യുന്ന ആളുകളിലേക്കാണ് എങ്കിൽ പോലും ഇപ്പം ആദ്യ വഴിയിൽ പഠിത്തം ഉപേക്ഷിച്ച ആളുകളും ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കുട്ടിയുടെ താല്പര്യം ഇനി ബിസിനസ് ചെയ്താൽ മതി, പഠിത്തം ഇനി വേണ്ടാന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള കേസുകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ ബിസിനസ്സിൽ പോലും നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം തീർച്ചയായിട്ടും വളരെ പ്രധാനമായിട്ട് വേണ്ടത്. ആ വിദ്യാഭ്യാസത്തിൻ്റെ ബേസിൽ കിട്ടുന്ന നല്ലൊരു എക്സ്പീരിയൻസും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് എപ്പോഴും സഹായിക്കപ്പെടും എന്നുള്ളതാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ. ഞങ്ങൾ ബിസിനസ്സുകാരോട് ബന്ധപ്പെട്ട് മിനിസ്റ്റർ ചെയ്യുമ്പോൾ അവർ പോലും പറയുന്ന അതാണ്. പല ആളുകളും പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒത്തിരി സ്റ്റാർട്ടപ്സുകൾ, പുതിയ കമ്പനികൾ തുടങ്ങാനായിട്ട് പഠിത്തം ഉപേക്ഷിച്ച് പോകുന്ന ഒരു ട്രെൻഡ് തന്നെ ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. അത് ഞങ്ങൾ മിനിസ്ട്രി ഡീൽ ചെയ്യുന്ന ഒരു മേഖലയും കൂടെയാണ്. അവിടെ നല്ല രീതിയിലൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒന്നാമത് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നല്ല വിദ്യാഭ്യാസം, പിന്നെ ഒരു നല്ല സ്ഥാപനത്തിൽ അത്യാവശ്യം നല്ല രീതിയിലെങ്കിലും പോകുന്ന ഒരു സ്ഥാപനത്തിൽ കുറച്ച് നാൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കാമെന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ടും നല്ല രീതിയിൽ ബിസിനസ് നടത്താനായിട്ടും സഹായിക്കും. ഇത് രണ്ടും ഇല്ലാതെ ബിസിനസ്സിലേക്ക് എടുത്തിയാടുന്നവർ എത്ര പേര് രക്ഷപ്പെടും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് വളരെ അപൂർവമായിട്ട് ആളുകൾ മാത്രമേ ഉള്ളൂ ഈ ലോകം കാണുന്ന സാമ്പത്തികമായിട്ടുള്ള വിജയം പോലും നേടിയെടുക്കാറുള്ളൂ. ഇപ്പം പല വലിയ ആളുകളുടെ പോലും സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് പോലും റിയൽ പിക്ചർ അതല്ല. അത് ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ബിൽ ഗേറ്റ്സിൻ്റെ എക്സാമ്പിൾ, അങ്ങനെ പല ആളുകളുടെ എക്സാമ്പിൾസ് പോലും ഡ്രോപ്പ് ഔട്ട്സ് ആണെന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിക്കുമ്പോഴും അതിലും അപ്പുറമായിട്ടുള്ള അവരുടെ ഒരു അക്കാദമിക് സൈഡും അവരുടെ എക്സ്പീരിയൻസ് സൈഡുകളും കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാതെ എടുത്തിയാടി ബിസിനസ്സിലേക്ക് പോയി പരാജയപ്പെടുന്ന ഒത്തിരി പേരെ കാണുന്നുണ്ട്. ഈ മകൻ്റെ കേസിലാണെങ്കിലും പഠിക്കാനായിട്ടുള്ള ഒരു അല്പം താല്പര്യം ഇപ്പോഴും ആ കോളേജ് കാലഘട്ടത്തിൽ തന്നെയാണ്. ഡ്രോപ്പ് ഔട്ട് ആയെന്ന് പറഞ്ഞാലും പഠിക്കേണ്ട ഒരു സമയമാണ്. അത് പഠിച്ച് അവന് ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറിങ് അവന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ മാതാപിതാക്കൾ, എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു പിക്ചർ ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ ഒരു പിക്ചറാണ്. കരുണയുള്ള പിതാവിനെ ആ മകൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആ മാതാപിതാക്കളിലൂടെ ആയിരിക്കും സാധിക്കുന്നത്. അപ്പം ആ മകൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന തരത്തിൽ അവൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിച്ചു എന്ന് അവന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കരുണ മാതാപിതാക്കളിൽ നിന്നും കൂടെ ഉണ്ടാകുമ്പോൾ ആ കരുണയാൽ അവർ നിറയപ്പെടാനും കൂടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മകന് കുറച്ചുകൂടെ ആ പേരൻസിനെ ഒന്ന് മനസ്സിലാക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു ചിന്തയും പഠിത്തത്തിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ സാധാരണ വീട്ടുകാരാ. ഒരു നല്ല ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന് മണി വേണം. ഈ മണി എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ഇവന് വേറൊരു മാർഗ്ഗവും ഇല്ല. ഇത് ലോൺ എടുത്ത് വെക്കാൻ പോലും അവർക്ക് വലിയ സ്ഥലമോ, ടാപ്പിംഗ് തൊഴിലാളിയാണ്. അപ്പോൾ ഇവൻ എവിടെ നിന്ന് കാശുണ്ടാക്കും ബിസിനസ് തുടങ്ങണമെങ്കിൽ? അവനിപ്പം ഒരു നല്ല ബിസിനസ് തുടങ്ങാൻ ഏതായാലും അവനെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ചെറിയ ബിസിനസ് എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ചുള്ള അതിൻ്റെ റിട്ടേൺ എന്താണ് ഇവന് കിട്ടാൻ പോകുന്നത്, അതിനെക്കുറിച്ചൊന്നും ഇവൻ ചിന്തിക്കുന്നില്ല. ഇവനൊരു ഇമാജിനറി വേൾഡില്ല. അവന് ഞാനൊരു വലിയ ബിസിനസ്സുകാരനാകും, രാഷ്ട്രീയക്കാരനാകും, എനിക്ക് മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇടപാടുകളാകും, അങ്ങനെ ഞാൻ വളരുമെന്ന എന്തോ ഒരു മൂഢസ്വർഗത്തിലാണ് അവൻ. അപ്പോൾ അതാണ് അവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അത് അവൻ തിരിച്ചറിയണം. കാരണം ബിസിനസ് തുടങ്ങണമെങ്കിൽ പോലും അതിൻ്റെ മൂലധനം എന്ന് പറയുന്നത് അവൻ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ചാൾ ജോലിയൊക്കെ ചെയ്ത് പഠിച്ച് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി അവൻ വലിയ ബിസിനസ്സിലേക്ക് ചാടട്ടെ. പലരും അങ്ങനെയാണ്. നല്ല ബിസിനസ്സുകാരൊക്കെ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരായിട്ടാണ് പോകുന്നത്. അല്ലാതെ പഠിത്തം നിർത്തിയിട്ട് ആരും ചാടിപ്പോകുന്നില്ല. അത് പിള്ളേർ മനസ്സിലാക്കണം. പിന്നെ പഠിക്കാൻ ഒരു സമയമുണ്ട്. ആ സമയം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് എഞ്ചിനീയറിങ്ങിന് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പല ചാൻസുകൾ കിട്ടുന്നുണ്ട്. അവനത് എഴുതിയെടുക്കാൻ പറ്റും. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി വേണം. അവനതിനെ സ്നേഹിക്കണം. എഞ്ചിനീയർ എന്ന് എഴുതി അവൻ്റെ പേരിനോടൊപ്പം ഒരു നല്ല ഒരു സംഭവം എഴുതി ഒപ്പിടുക. അവൻ ആ ഒപ്പിട്ട് അവൻ ശീലിക്കണം. അപ്പം അതുകൊണ്ട് അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പനും അമ്മയും വിഷമിക്കേണ്ട. അവനെ നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. ഇതുപോലെയുള്ള മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: പഠിത്തം കളഞ്ഞിട്ട് മക്കൾ വേറെ ഒന്നിനും ചാടി പുറപ്പെടരുത്. പഠിത്തം എന്ന് പറയുന്നത് നമുക്കൊരു സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മൾ ചെയ്തു വെക്കണം. ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇനി എതിലേ ഇറങ്ങിപ്പോയാലും, നമുക്ക് ഏത് രാജ്യത്ത് ചെന്നാലും ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇവൻ ഈ പഠിത്തം ഉപേക്ഷിച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പോകാമെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ അവൻ്റെ ഒരു എസ്കേപ്പിസം ആയിരിക്കാം. പഠിത്തം തുടർന്ന് പഠിക്കാൻ താല്പര്യമില്ല, എന്നാൽ ബിസിനസ്സിലേക്ക് തിരിയാം എന്നുള്ള ഒരു ഇതാണ്. എന്ത് തോന്നുന്നു? ഒരു കാരണം എന്ന് പറയുന്നത് ഈ എഞ്ചിനീയറിങ്ങിനൊക്കെ വരുമ്പോൾ ഫസ്റ്റ് ഇയർ എപ്പോഴും ടഫായിരിക്കും. മെഡിക്കൽ ഏതിന് വരുമ്പോഴും
ഫസ്റ്റ് ഇയർ ഭയങ്കര ടഫായിരിക്കുമ്പോൾ ഇവരെ +2 വരെ ടീച്ചേഴ്സ് ഇങ്ങനെ കൂടെ നടന്ന് ക്വസ്റ്റ്യൻ ആൻസർ പഠിപ്പിച്ചു, കുറേ കാണാതെ പഠിച്ചു, അങ്ങനെയൊക്കെ പഠിക്കുന്ന പിള്ളേരായിരിക്കും. പക്ഷെ ഇവിടെ ഇൻ്റലിജൻസ് വേണം ഈ കുട്ടിക്ക്. ആ ഇൻ്റലിജൻസ് പക്ഷെ അവന് കുറവായിരിക്കും. ആ IQ ലെവലിൽ അവന് ഇച്ചിരി മോശമായിരിക്കുന്നത് കൊണ്ട് ഫസ്റ്റ് ഇയർ അവന് പഠിക്കാൻ പറ്റാതെ പോയി കാണും. അവൻ കെയർലെസ് ആയി വിട്ടു. കാരണം ഹോസ്റ്റൽ ലൈഫ്, സിറ്റി ലൈഫ്, അവൻ വേറെ കുറേ കാര്യങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ എൻജോയ് ചെയ്ത് അവനൊരു കുട്ടി നേതാവാകാൻ വേണ്ടി വേറെ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഈ പരീക്ഷകളൊന്നും അവൻ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് കൂട്ടി വെച്ച് ഇപ്പൊ അവന് ഒത്തിരി ക്ലിയറായിപ്പോയി. അപ്പൊ പിന്നെ അവൻ കണ്ടുപിടിച്ചത് നമുക്ക് പറ്റിയ പണിയല്ല, അല്ല കഷ്ടപ്പെട്ട് ഇനി പഠിക്കുന്നില്ല, ഇത് നമുക്ക് പറ്റിയ പണിയില്ല, നമുക്ക് പറ്റിയ പണി വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കുക. അപ്പോൾ അത് രക്ഷപ്പെടൽ തന്ത്രമാണ് അവന്. കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു അനുഭവം ഓർക്കുമായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എയർപോർട്ടിൽ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി ഇരുന്നപ്പോൾ അടുത്തിരുന്ന ഒരാൾ, നല്ല പരിചയമുള്ള ഒരാളെ പോലെ തോന്നി. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയായിരുന്നു. പുള്ളി ബിസിനസ്സുകാരനാണ്. പുള്ളി പഠിച്ചിരുന്ന കാലത്ത് പഠിത്തത്തിൽ ഉഴപ്പി അവൻ തടിയുടെ ബിസിനസ്സിലേക്ക് പോയി. കുടുംബത്തിൽ അത്യാവശ്യം സമ്പത്തുള്ള ഒരു കുടുംബമായിരുന്നു. അത് മുഴുവൻ നശിപ്പിച്ചു. കുടുംബത്തിൻ്റെ സമ്പത്തോടെ നശിപ്പിച്ച് ബിസിനസ് ചെയ്ത് തടിക്കച്ചവടം ചെയ്തിട്ട് അവസാനം അവരെല്ലാവരും കൂടെ ഒരു ആത്മഹത്യ പോലെ ഒരു സിറ്റുവേഷനിലേക്ക് പോയെന്നും പിന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ചെറിയ രീതിയിൽ വളർന്നു വന്ന അദ്ദേഹം ഇപ്പം വലിയൊരു ബിസിനസ്സുകാരനായി മാറി. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ അറിവില്ലായ്മയുടെ പ്രായത്തിൽ എടുത്തുചാടി ചെയ്ത പല പ്രവർത്തികളും, ബിസിനസ് ചെയ്ത പ്രവർത്തികളും വലിയ തകർച്ചയിലേക്ക്, കുടുംബത്തിൻ്റെ തകർച്ചയിലേക്ക് തന്നെ, ആത്മഹത്യയുടെ വക്കിലേക്ക് തന്നെ അവരുടെ കുടുംബം മൊത്തം എത്തിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷം പിന്നീട് ഉണ്ടായ തിരിച്ചറിവിൻ്റെ ഒരു പ്രത്യാശയുടെ കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഈ ചെറുപ്രായത്തിലെ തീരുമാനങ്ങൾ ഈ എസ്കേപ്പിസം ആണെങ്കിലും ഒക്കെ ചിലപ്പോൾ പിന്നീട് വലിയ ദുരന്തത്തിലേക്ക് എത്തിപ്പോകും എന്ന്. പക്വത നേടട്ടെ അവൻ ആദ്യം പ്രാർത്ഥനയിലൂടെ. അവന് നല്ല ദൈവാനുഗ്രഹം കിട്ടാനുള്ള വഴികൾ അവൻ ചൂസ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴേ കുടുംബം മൊത്തം ഒരുമിച്ച് ദൈവത്തെ തേടുമ്പോൾ ദൈവം അവർക്കായിട്ട് നല്ലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം ഒരിക്കലും അത് നാശത്തിനായിരിക്കില്ല. അവനെ രക്ഷപ്പെടുത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്താണ് ജ്ഞാനം എന്നത്. ജീവിതത്തിൻ്റെ ഉന്നതമായ വിജയത്തിന് ജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവഭയമാണ്. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റു കഥകളുമായിട്ട് കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി.